മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ ഇടുക്കി കുമളി ഒട്ടകത്തലമേട്ടിലെ ശ്രീനാരായണ ധർമാശ്രമം രംഗത്ത് വന്നു. ജലജീവൻ മിഷൻ കുടിവെള്ള ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയതിന് പ്രത്യുപകാരമായി സൗജന്യ വാട്ടർ കണക്ഷൻ നൽകുമെന്നായിരുന്നു മന്ത്രി നൽകിയ വാഗ്ദാനം. 3 കൊല്ലമായി ഈ വാക്ക് വിശ്വസിച്ച് ബില്ലടയ്ക്കാതിരുന്ന ആശ്രമത്തിന് കണക്ഷൻ വിച്ഛേദിക്കാതിരിക്കാൻ ഒടുവിൽ 30,000-ഓളം രൂപ ഒരുമിച്ച് അടയ്ക്കേണ്ടി വന്നു. നമ്മളോട് പറഞ്ഞിരുന്നത് സ്ഥലം വിട്ടു തന്നാൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു കഴിഞ്ഞാൽ ആശ്രമത്തിന് വേണ്ടുന്ന കുടിവെള്ളം സൗജന്യമായി നൽകും എന്നാണ് അറിയിച്ചിരുന്നത്. അതിൻ്റെ ഉദ്ഘാടന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മന്ത്രി, ജലസേചന വകുപ്പ് മന്ത്രി നമ്മളോട് ചക്കുവള്ളത്ത് വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് ആശ്രമത്തിന് വേണ്ടുന്ന കുടിവെള്ളം സൗജന്യമായി നൽകിക്കൊള്ളാം എന്നുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ മാസം ഏതാണ്ട് 30,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ബില്ല് അടയ്ക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് ആശ്രമം. അത് അടച്ചില്ല എങ്കിൽ കണക്ഷൻ പൂർണ്ണമായും കട്ട് ചെയ്യും എന്നുള്ളത് അറിയിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആശ്രമത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാവരും തന്നെ ഈ വിവരം അറിഞ്ഞിരിക്കുന്നതും ഇത് പ്രക്ഷോഭം നടത്തുവാനുള്ള ഒരു രീതിയിലേക്ക് പ്രതിഷേധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ടാണ് ആശ്രമത്തിൻ്റെ തീരുമാനം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു. പറയൂ രാഹുൽ, മന്ത്രി പറഞ്ഞു പറ്റിച്ചതാണോ അവർ പറയുന്നത്? SKN അങ്ങനെ തന്നെയാണ്. മന്ത്രി പൊതുവേദിയിൽ പരസ്യമായി പറഞ്ഞ വാക്ക് 3 വർഷം കഴിഞ്ഞിട്ടും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രീനാരായണ ധർമാശ്രമത്തിന്റെ പ്രധാനപ്പെട്ട പരാതി. 2023 ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് ഒട്ടകത്തലമേട്ടിൽ ഒരു വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത്. ആ പ്രത്യേക സംവിധാനത്തിലുള്ള വാട്ടർ ടാങ്ക് ആയിരുന്നു. അതിനുവേണ്ടി 8 സെന്റ് സ്ഥലം ഈ ശ്രീനാരായണ ധർമ്മ ആശ്രമം വിട്ടു നൽകുകയും ചെയ്തു. അത് സൗജന്യമായി തന്നെ കൊടുത്തതാണ്. അതിന് പ്രത്യുപകാരം എന്ന നിലയിലാണ് മന്ത്രി അതിന്റെ ഉദ്ഘാടന വേളയിൽ അണക്കരയിൽ വെച്ച് പരസ്യമായി പറഞ്ഞത് ആ ശ്രീനാരായണ ധർമാശ്രമത്തിന് യാതൊരു പൈസയും കൊടുക്കാതെ തന്നെ വാട്ടർ കണക്ഷൻ നൽകുന്നതായിരിക്കും. അതിന് മുൻപ് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അത് വിച്ഛേദിച്ചതിന് ശേഷം പുതിയ കണക്ഷൻ കൊടുത്ത് അതിന് ബില്ല് അടയ്ക്കേണ്ട എന്നതായിരുന്നു വാഗ്ദാനം. പിന്നീട് 3 വർഷം പലപ്പോഴായിട്ട് ഇവർക്ക് ബില്ല് വന്നിരുന്നു. ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കുമ്പോഴൊക്കെ ഒരു സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്. അതങ്ങനെ ബില്ല് വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല, മന്ത്രി പറഞ്ഞതല്ലേ എന്നുള്ളതായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഒരു നിലപാട്. പിന്നീട് ഇങ്ങനെ ബില്ല് വരുന്നത് തുടർച്ചയാവുകയും അതിനുശേഷം ഈ ഉദ്യോഗസ്ഥർ മാറി പുതിയ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഈ ബില്ല് അടയ്ക്കണമെന്നുള്ള നിർബന്ധം പറയുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയെ 3 തവണ ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട ആളുകൾ പോയി കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴൊക്കെ മന്ത്രി പറഞ്ഞ് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. മന്ത്രിയുടെ വാക്കിന് യാതൊരു വിലയും ഉദ്യോഗസ്ഥർ കൽപ്പിച്ചില്ല എന്നുള്ളതാണ് ഈ ആശ്രമവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്നത്. പിന്നീട് 29,200 രൂപ ഈ 3 വർഷത്തെ ബില്ലായിരുന്നു. അത് ഒരുമിച്ച് അടയ്ക്കേണ്ടി വന്നു. അല്ല എങ്കിൽ ഈ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുമെന്നുള്ളതായിരുന്നു ആ വാട്ടർ അതോറിറ്റിയുടെ നോട്ടീസ്. എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണമാണ്, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പൊതുവേദിയിൽ മന്ത്രി പറഞ്ഞു പറ്റിച്ചു എന്നുള്ള ആരോപണമാണ് മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ ശ്രീനാരായണ ധർമാശ്രമം നടത്തിയിരിക്കുന്നത്. ശിവഗിരി മഠത്തിന്റെ ശാഖയായിട്ടുള്ളതാണ് ഈ ഒട്ടകത്തലമേട്ടിലെ ശ്രീനാരായണ ധർമ്മ ആശ്രമം. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.